ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ലൈഫ് ഓഫ് സുറുമിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ഷോർട്ട് ടൈം പീരീഡിൽ രണ്ടാമതൊരു വീഡിയോയും കൂടി ചെയ്യുന്നത്. അതിനൊരു ചെറിയ കാരണമുണ്ട്. ഇതിന് തൊട്ട് മുമ്പ് ഞാൻ ചെയ്ത വീഡിയോ 5 നാടൻ ജ്യൂസ് ആയിരുന്നു. അത് എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കാർഡിൽ ആഡ് ചെയ്യാം. എല്ലാവരും കണ്ടിട്ടില്ലാത്തവരായിട്ടുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. അപ്പോൾ അത് കണ്ടിട്ട് എൻ്റെ കുറേ ഫ്രണ്ട്സ് എന്നോട് ചോദിച്ചു, ഈ നാടൻ ജ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ പാവൻ ചക്കക്കുരുവിനെ ഒഴിവാക്കിയത് എന്താണെന്ന്. കാരണം ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ്ങിൽ പോകുന്നൊരു സാധനമാണ് ചക്കക്കുരു ഷേക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്ക് ചക്കക്കുരു ഷേക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കൂടെ. ഞാനും കുറേ നാളായിട്ട് യൂട്യൂബിലും സോഷ്യൽ മീഡിയാസിലൊക്കെ കാണുന്നുണ്ട് ചക്കക്കുരു ഷേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ദിവസം വെറുതെ ഒന്ന് ചക്കക്കുരു ഷേക്ക് ഉണ്ടാക്കി നോക്കി. ഇത് ചക്കക്കുരു ഷേക്കാണെന്നൊന്നും ആരോടും പറഞ്ഞില്ല, എല്ലാവർക്കും ഷെയർ ചെയ്തു. എന്നിട്ട് ഇത് എന്താ സാധനം എന്നൊന്ന് ഗസ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ആരും പറഞ്ഞില്ല ഇത് ചക്കക്കുരു ഷേക്കാണ്. എല്ലാവരും പറഞ്ഞത് ഒന്നുകിൽ ബദാം അല്ലെങ്കിൽ കാഷ്യൂ ആണെന്നാണ്. നമുക്ക് ശരിക്കും ആ ഒരു ടേസ്റ്റാണ് തോന്നുക. ചക്കക്കുരു ജ്യൂസിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ അപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നിങ്ങൾക്കും കൂടിയൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടെ, ഒരു ചെറിയ വീഡിയോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വളരെ ഈസിയാണ് ചക്കക്കുരു ഷേക്ക് ഉണ്ടാക്കാനായിട്ട്. ഇപ്പോൾ ചക്കയുടെ സീസണായിട്ട് ഈ ചക്കക്കുരു കിട്ടാനും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ചക്കക്കുരു ഷേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് വേണ്ടത് ചക്കക്കുരു. ഈ ചക്കക്കുരു നന്നായിട്ട് കഴുകി വേവിച്ച്, അത് കുക്കറിലിട്ട് വേവിച്ച് ഒരു 3 വിസിലടുപ്പിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ നന്നായിട്ട് വേവിച്ച ചക്കക്കുരുവാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഈ ഒരു ബ്രൗൺ കളർ തൊലിയും കൂടി കളയണം. കളയുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൈറ്റ് കളറിലിരിക്കും നമ്മുടെ ഷേക്ക്. അല്ലാന്നുണ്ടെങ്കിൽ ഇച്ചിരി ഒരു ബ്രൗൺ കളറും കൂടി ഉണ്ടാകും. അപ്പോൾ വൈറ്റ് കളറിൽ ഷേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെയറും കൂടി ഒന്ന് പൊളിച്ച് കളയണം. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് പഞ്ചസാര, പിന്നെ പാല്. നല്ല ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് അത്യാവശ്യം തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലായിരിക്കണം. അതിൻ്റെ കൂടെ വേണം, നമ്മൾ നാടൻ പാലാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് ഫ്രീസ് ചെയ്ത് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ അതിലേക്ക് വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ കുറച്ച് വെള്ളവും കൂടി നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ചക്കക്കുരു നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇത്രേ ഇടുന്നുള്ളൂ, കാരണം ഞാനിവിടെ പാല് 1 ഗ്ലാസ് എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇത്രയും ചക്കക്കുരു മതിയാവും. അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുള്ളവർ കുറച്ച് കൂടുതൽ ആഡ് ചെയ്താൽ മതി. നമുക്ക് ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടാൽ ഞാൻ കുറച്ച് പാലാണ് ഒഴിച്ചിട്ടുള്ളൂ, കാരണം ഇത് നന്നായിട്ട് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പുള്ള ജ്യൂസ് ഉണ്ടാക്കുന്ന വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇത് അരച്ചെടുക്കുകയാണെങ്കിലും കുറച്ച് വെള്ളം ചേർക്കുകയാണെങ്കിൽ അത് ഫൈനായിട്ട് അരഞ്ഞ് കിട്ടും. അതിന് ശേഷം നമ്മളിപ്പോൾ ജ്യൂസ് ആണെങ്കിൽ വെള്ളമോ അല്ലെങ്കിൽ ഇപ്പോൾ ഷേക്കിൽ മിൽക്കോ അപ്പോൾ അതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടും. ഞാൻ ഇതിലേക്ക് ഒരു പിഞ്ച് ഏലക്ക ഇടുന്നുണ്ട്, കാരണം എനിക്ക് ഏലക്കയുടെ ഒരു ഇച്ചിരി ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഫ്ലേവറാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ, അത് വാനിലയോ അല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചക്കക്കുരു കുറച്ച് കൂടുതൽ നേരം അരയ്ക്കണം കേട്ടോ, കാരണം ഇത് നന്നായിട്ട് അരഞ്ഞ് കിട്ടണമെങ്കിൽ കുറച്ച് കൂടുതൽ സമയം അരയ്ക്കണം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ബാക്കി പാലും, ഇപ്പോൾ ഈ നാടൻ പാലായതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളവും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചക്കക്കുരു ഷേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി കുറച്ച് കാഷ്യൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ബൂസ്റ്റും ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചക്കക്കുരു ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുടിച്ച് നോക്കട്ടെ. എനിക്ക് ഓൾറെഡി ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാധനമാണ്, എന്നാലും ഞാൻ ഒന്നുകൂടി കുടിച്ച് നോക്കാം. അപ്പോൾ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല, സൂപ്പറായിട്ടുണ്ട്. പക്ഷേ ഇന്നലെ ഞാൻ ഉണ്ടാക്കിയാലും കുറച്ച് തിക്നെസ് കുറവാണ്, കാരണം ഞാൻ ഇത്രയും വെള്ളം ആഡ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും വെള്ളം ചേർക്കണ്ട. എന്നാലും ടേസ്റ്റിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാൻ കുറച്ചുകൂടി തിക്നെസ് കുറയ്ക്കാൻ വേണ്ടി ചെയ്തതാണ്. നിങ്ങൾക്ക് തിക്നെസ് കൂടിയ ഷേക്കാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഈ ചക്കക്കുരു ഷേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഈസിയാണ്.
എന്നിട്ട് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കുക. ഇൻസ്റ്റയിൽ ഫോട്ടോ ഒക്കെ ഇടുവാണെങ്കിൽ എന്നെയും കൂടെ ഒന്ന് ടാഗ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീണ്ടും ഇതുപോലൊരു നല്ല എപ്പിസോഡിലൂടെ കാണുന്നവരെ ബൈ ബൈ.